தமிழக காவல்துறைக்கு வணக்கம். இன்னைக்கு என் குடும்பமே அழிஞ்சு போச்சு. என் பிள்ளைய கூட சேர்ந்து சாக போறான். என் பொண்டாட்டியை கிழிச்சு போட்டு வந்துட்டேன். என் குடும்பமே நாசமா போச்சு. இது எல்லாத்துக்கும் காரணம் திருச்சி தென்னூர்ல சங்கீதபுரத்துல இருக்கிற அந்த ஜோஸுங்கிற தேவடி அப்பா. அவனால எல்லாமே போச்சு. தயவு செய்து அவனுக்கு ஏதாவது தண்டனை வாங்கி கொடுங்க. இல்லடா விட்டுட்டு அடிக்க பாருங்க. இன்னொரு குடும்பத்தை நாசம் பண்றதுக்கு அவன் எப்ப பண்ணிருக்கான். அவன் பேரு ஜோஸ். திருச்சி ட்ரெண்ட்மி சலூன்ல வேலை பார்த்தான். இப்ப எங்கன்னு தெரியல. ஆளை பிடிக்க முடியல. அவனு எவ்வளவோ ட்ரை பண்ண முடியல. என் பொண்டாட்டிட்டு எவ்வளவோ சொல்லி கெஞ்சி பார்த்தேன். திமுறா பண்ணாதடி, பேசாதடி, கேட்க மாட்டாளே. என் பிள்ளை நாசமா போச்சு. ஐயா அவங்க காலில் விழுந்து கெஞ்சி கேட்குறேன். அவனுக்கு ஏதாவது அப்போ வாழ்க்கை நாசம் பண்ணிட்டேன்டா. என்ன பண்ணிச்சிரு. ஐயோ போச்சு. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണും. ഇൻസ്റ്റാഗ്രാം തുറന്നാലേ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആണ്. ഇത് ഒരുപാട് വൈറലായി ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഈ ഒരു കാര്യം നടക്കുന്നത് തൃച്ചിയിലാണ്. ഈ ഒരു ചേട്ടനും കുഞ്ഞും എന്തിനാണ് ഇതേപോലെ കിടന്ന് കരഞ്ഞുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നത്? ആ ചേട്ടൻ്റെ ദേഹത്ത് നിറയെ ഒരുപാട് ബ്ലഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്ക് തോന്നുമായിരിക്കും. അപ്പം ഇതിൻ്റെ എക്സാക്ട് റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും കുഞ്ഞും കൂടെ വളരെ സന്തോഷമായിട്ട് തൃച്ചിയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരുടെ കുടുംബജീവിതത്തിൻ്റെ ഇടയിലോട്ട് മൂന്നാമത് ഒരാളും കൂടെ കടന്നു വന്നു. പക്ഷേ ഭാര്യയെ ഒരുപാട് സാധാരണ ഒരു ഹസ്ബൻഡ് സ്നേഹിക്കുന്നതിലും അധികം ആ ചേട്ടനെ കണ്ടാൽ തന്നെ അറിയാം ഒരു പഞ്ചപാവം പിടിച്ച ഒരു ചേട്ടനാണ്. അതുപോലെ തന്നെ ഈ ലോല ഹൃദയർ എന്ന് പറയത്തില്ലേ, അങ്ങനെ ആ ഒരു ഗണത്തിൽപ്പെട്ട ഒരു ചേട്ടനാണ്. അപ്പം സ്വന്തം ഭാര്യയിൽ ഒരുപാട് വിശ്വാസവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അവർക്കൊരു കുഞ്ഞുമുണ്ട്. മൂന്നാമത് ഒരാൾ കടന്നു വന്നതിനെ തുടർന്ന് ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്ന സമയത്ത് വീണ്ടും ഇവർ ഒന്നിക്കുകയും ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഇവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പിണങ്ങി ഈ പെണ്ണ് കുഞ്ഞിനെ ഇയാളുടെ കയ്യിലിട്ടിട്ട് ഒറ്റ പോക്ക് പോയി. അങ്ങനെ പോയ സ്ഥലത്ത് ചെന്നപ്പൻ ഉണ്ടായ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ. ബാക്കി നമുക്ക് അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. அவனை வெளில வர சொல்றீ. அவனை வெளில வர சொல்லு. வெளில வாடா. வெளில வர சொல்லு. சரி வர சொல்றேன். இது என்ன ட்ரெஸ்? யார் உள்ள இருக்கவன்? உள்ள இருக்கறது யாரு? உள்ள இருக்கவன வெளில வர சொல்லு. வர சொல்றேன். வாயை மூடு. வர சொல்லு. இருக்கால இது நம்ம வீடு கிடையாது. எதுக்கு இப்ப நீ 10 பட்டு அடிச்ச? வர சொல்லு அவன வெளில. நான் அடிக்கிறேன் சொல்றேன். நீ வர சொல்லு. வாயை மூடு. நான் வர சொல்றேன். வாயை மூடு. அவன வெளில வர சொல்லு. நான் வர சொல்றேன். வெளில வர சொல்லுன்னு. வெளில வர சொல்லு. வர சொல்றேன். வாயை மூடு. வர சொல்றீ அவன. அவன வெளில வர சொல்லு. வெளில வர சொல்லு. ஏய் வெளில வாடா. சுண்ணி போடா. ஏய் மிண்டல் இந்த மாதிரி கட்டா. வெளில வர சொல்லு. ஜோஸ் ப்ரோவா? ஜோஸ் ப்ரோ. நீ வெளில வா. வெளில வாடா. அக்கா நீ வெளில 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 வெளில. ஏன் மொண்டாட்டி விட்டு நீ எப்பறா நைட் போய் ஸ்டே பண்ற? நீ வெளில வா. வெளில வா. வெளில வாடா டேய். வெளில வாடா. வெளில வா. സ്വന്തം ഭാര്യ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് ഈ പറഞ്ഞവനെ കയ്യോടെ പിടിക്കുകയാണ്. അതായത് ഇവരുടെ കുടുംബജീവിതത്തിലോട്ട് മൂന്നാമതായിട്ട് കടന്നു വന്ന ആ ആളെ കയ്യോടെ പിടിക്കുകയാണ്. അവളുടെ ആ ഒരു കോസ്റ്റ്യൂമും വർത്താനവും എന്താ അധികാരം കളിച്ചിട്ടാണ് സ്വന്തം ഭർത്താവിനോട് സംസാരിക്കുന്നത്. അവർ ഭാര്യയും കാമുകനും കൂടെ എൻജോയ് ചെയ്യാനായിട്ട് നല്ല ബിക്കിനിയോ എന്തോ ആ ഒരു മോഡൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഭർത്താവ് ഇങ്ങോട്ട് കയറി വരുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള വരവായിരുന്നു.
അപ്പം അവനെ ഞാൻ വിളിക്കാം, എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നതെന്നൊക്കെ അങ്ങ് ചോദിക്കുകയാണ്. സത്യം നാണോ, നീ ജീവിച്ചിരിപ്പുണ്ടോ? സത്യത്തിൽ നിനക്ക് നാണോ മാനോ ഉണ്ടോ? ജീവിച്ചിരിപ്പില്ലെങ്കിൽ കയ്യോടെ പോയി ചാവ്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ആ പുള്ളി അവിടെ അടിയും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഈ ഭാര്യക്കോട്ട് തല്ലുന്നുണ്ട്. അതിനുശേഷം അവിടെ എന്തുണ്ടായി എന്നുള്ളത് ആ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പം ഭാര്യേനെ കൊന്നു എന്നാണ് തോന്നുന്നത്. കാരണം പുള്ളിയുടെ ദേഹത്ത് ഒരുപാട് ബ്ലഡൊക്കെ ആയിട്ടാണ് പിന്നെ രണ്ടാമത്തെ വീഡിയോ വരുന്നത്. ഈ 2 വീഡിയോയും ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മകൻ്റെ ജീവിതം ഞാൻ നശിപ്പിച്ചോടാന്നൊക്കെ മകനോട് ചോദിക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നു ഒച്ചാന്നും പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞ് കരയുന്ന കരച്ചിൽ ഒരിക്കലും നമുക്ക് ആ കുഞ്ഞിൻ്റെ അവസ്ഥ ചിന്തിച്ച് നോക്കാൻ പോലും പറ്റത്തില്ല. അഥവാ ഭാര്യേനെ കൊന്നിട്ടാണ് ഈ ചേട്ടൻ വന്നിരിക്കുന്നതെങ്കിൽ ദേഹത്ത് ഫുള്ളും ബ്ലഡുണ്ട്, ഞാൻ എൻ്റെ ഭാര്യേനെ തീർത്തിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം എന്താ പറഞ്ഞാലും ഒന്ന് വെട്ടുവോ കൊല്ലുവോ എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ന്യൂസിലൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഈ ഇൻസ്റ്റഗ്രാമിലാണ് ഇത് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. അപ്പം ഈ പുള്ളീനെ കണ്ടുപിടിച്ചു, ആ പുള്ളിയും മരിക്കാൻ പോവാണെന്നൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ ആ പുള്ളി പറയുന്നത്. പുള്ളി ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പം പറയണമെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കുമ്പം നമുക്ക് അയാൾ കുടിയനാണ്, അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ട് ഉപദ്രവിക്കും, നമുക്ക് ഒട്ടും അയാളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അയാളെ ഡിവോഴ്സ് ചെയ്യുക. അതിലൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് അർഹതപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അല്ലാതെ വേറൊരു ബന്ധം, വേറൊരാളെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചൊരു കുഞ്ഞു ഉള്ളപ്പം വേറൊരാളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് സ്വന്തം ലൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളും കാര്യങ്ങളായിട്ട് അയാൾക്ക് വേണ്ടി കുഞ്ഞിനെ ഉപേക്ഷിക്കുക, ഭർത്താവിനെ ഉപേക്ഷിക്കുക, കുഞ്ഞിനെ കൊന്നു കളയുക, ഇതൊക്കെ ചെയ്യുന്നതിനെ സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള പെണ്ണുങ്ങളെ തല്ലിക്കൊല്ലണം. അഥവാ ഇയാളുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. ഇയാൾക്ക് ആദ്യം ഇവരെ ഒരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാണുമായിരിക്കും. അപ്പം ഇവർ പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, ആരെ വിളിക്കരുത്, കാണരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എത്രത്തോളം ഇവരെ സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കും. സാധാരണ ഭർത്താക്കന്മാരൊന്നും ഇങ്ങനെ ചെയ്യത്തില്ല. ഇങ്ങനെ ഒരു അഫെയർ ഉണ്ടെന്ന് കാണുമ്പോൾ അങ്ങ് തല്ലിക്കൊന്ന് കളയും. പക്ഷേ ഇയാൾ ആ ഭാര്യേനെ എത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കും ഇവർക്ക് ഒരുപാട് ചാൻസ് കൊടുത്തു. അങ്ങനെ ചെയ്യരുത്, മകനെ ഓർത്തിട്ട് അങ്ങനെ ചെയ്യരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നീ അത് മറന്നു കള, ഇങ്ങനെയൊക്കെ പറയുന്ന ഭർത്താക്കന്മാർ വളരെ കുറവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും അയാളോട് വഴക്കുണ്ടാക്കിയിട്ട് ഇവള് പോയി താമസിക്കുന്ന സ്ഥലത്ത് ഈ പറയുന്ന മൂന്നാമനെ, അതായത് ഇവരുടെ കുടുംബജീവിതം തകർത്തവനെയും ഇവളെയും കൂടെ കയ്യോടെ പിടിക്കുന്നത്. അപ്പോൾ ഇയാളുടെ സംശയം സത്യമാണെന്ന് നേരിട്ട് കാണുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്തോരെ ആയിരിക്കും. അതുപോലെ തന്നെ ആ ഒരു പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ആ പുള്ളി എത്രത്തോളം സ്വന്തം ഭാര്യേനെ സ്നേഹിച്ചിരുന്നു, അതുപോലെ തന്നെ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ ഭാര്യേനെ ഒരു എപ്പോഴും റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു രീതിയിൽ വളരെ പ്രണയത്തോടെ നോക്കുന്ന രീതിയിൽ നമുക്ക് ആ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. അത്രയും പ്യുവറായിട്ട് ജെമ്മായിട്ടൊരു മനുഷ്യനെ, അത്രയും പവിത്രമായ ഒരു മനുഷ്യനെ വിട്ടുകളഞ്ഞ നിനക്ക് ഇനി ഒരു ജീവിതത്തിന് നിനക്ക് അങ്ങനെ ഒരു അർഹതയില്ല, അങ്ങനെ ഒരു ഭാഗ്യം നിനക്ക് ലഭിക്കരുത് എന്നാണ് ആ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവരുടെയും ആഗ്രഹം. ഇനി അഥവാ അവളെ ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അച്ഛനോ അമ്മയോ ആരും ഇല്ലാതായിപ്പോയി, പോട്ടെ, അയാളെ നിനക്ക് വേണ്ട, നീ അത് ഇട്ടിട്ട് പോയ സമയത്ത് ആ കുഞ്ഞിനെ കൊണ്ടുപോകാൻ നിനക്ക് തോന്നിയില്ലല്ലോ. അപ്പം നിൻ്റെ ആ കുഞ്ഞിനോട് ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ആ കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോയാൽ, അങ്ങനെ കൊണ്ടുപോയെങ്കിൽ നിൻ്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ലല്ലോ അല്ലേ. ഒരു കണക്കിന് അങ്ങനെ കൊണ്ടുപോകാത്തത് നന്നായി. ലാസ്റ്റ് കുഞ്ഞൊരു തടസ്സമാണെന്ന് കണ്ട് കുഞ്ഞിനെ കൊന്നു കളയേണ്ട അവസ്ഥയൊന്നും വന്നില്ലല്ലോ. അപ്പം അങ്ങനെ കൊണ്ടുപോകാത്തത് വളരെ നന്നായി. അപ്പം ന്യൂസും കാര്യങ്ങളൊക്കെ ഇനിയും ആ ചേട്ടനെയും കുഞ്ഞിനെയും ജീവനോട് തന്നെ രക്ഷിച്ചു എന്നൊക്കെയാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. ഒരുപാട് പേര് കമൻറ്റിലൊക്കെ പറയുന്നുണ്ട് ആ കുഞ്ഞിനെ, ആ ചേട്ടൻ എന്തെങ്കിലും ജയിലിലൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ കുഞ്ഞിനെ വളർത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം അങ്ങനെ ഒരുപാട് പേര് പറയുന്നത് കേട്ടു. അപ്പോൾ എന്തൊരവസ്ഥയാണല്ലോ, ആ കുഞ്ഞ് എന്ത് പിഴച്ചു? സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ കണ്ട ഒരു ഇതിൽ ചേട്ടൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈ സ്ത്രീ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയി ഇങ്ങനെ ഒരു കാമുവിൻ്റെ കൂടെ പോവുകയും ചെയ്തു. അപ്പം ഇതിൻ്റെ എല്ലാം നടുക്ക് നിൽക്കുന്ന ആ കുഞ്ഞ് എന്ത് ചെയ്തു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ടൈം പാസിന് നമ്മൾ ഒരാളെ പ്രണയിക്കുന്നു, ചിലപ്പോൾ നമ്മൾ വേറൊരാളെ പ്രണയിക്കുന്നു. അതൊന്നും നമ്മുടെ ആ ഒരു പ്രായത്തിൻ്റെയും പക്വതയില്ലായ്മയൊക്കെ കൊണ്ടായിരിക്കും. അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഭർത്താവല്ലാതെ നമ്മൾ ആരെയും ചിന്തിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മുൻകാമുകന്മാരെയൊക്കെ ഒന്ന് കാണുമ്പോൾ ആ ഒരു കണ്ണിൽ കൂടെ നോക്കാനോ ഒന്നും പാടില്ല. നമ്മൾ
പഴയതെല്ലാം മറന്ന് അല്ലെങ്കിൽ എല്ലാം മറന്നിട്ട് വേണം നമ്മൾ നമ്മുടെ ഹസ്ബൻഡുമായിട്ട് നമ്മുടെ മക്കളുമായിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട്. കല്യാണം കഴിഞ്ഞുള്ള അഫെയർ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവിടുത്തെ CM ആയിട്ടുള്ള വിജയ്ക്കെതിരെ പോലും ഇത്രയും വിവാദങ്ങളും കാര്യങ്ങളും വരാനായിട്ട് കാരണം. ഒരുപാട് പേര് ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ് വിജയ്. അതുപോലെ തന്നെ ഇപ്പം അവിടുത്തെ തമിഴ്നാട് CM കൂടെയാണ്. എന്നിട്ട് പോലും പുള്ളി നല്ല മന്ത്രിയായിരിക്കാം, പക്ഷേ നല്ലൊരു മുഖ്യമന്ത്രി ആയിരിക്കാം വിജയ്, പക്ഷേ നല്ലൊരു ഭർത്താവല്ല. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ വരുമ്പം ഒരിക്കലും അത് വലിയൊരു ആക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വലിയ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആരും ആയിക്കോട്ടെ ഒരിക്കലും ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യാൻ വരത്തില്ല. അപ്പം നിനക്കങ്ങനെ പോകണം എന്നുണ്ട് അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവിനെ നിനക്ക് വേണ്ട, എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമല്ല. പക്ഷേ ആ നിങ്ങൾക്കൊരു ഡിവോഴ്സൊക്കെ ആയതിന് ശേഷമാണ് നീ ഇങ്ങനെ പോയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആ ഭർത്താവുമായിട്ട് പിണങ്ങി താമസിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളി കാണാൻ വരുമ്പം കാണുന്നത് ഈ കാഴ്ചയാണെങ്കിൽ നിന്നെ എങ്ങനെ കൊല്ലാതിരിക്കും? നീ ചത്തിട്ടില്ലെങ്കിൽ ചാവണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ആ പുള്ളിയുടെ കണ്ണുനീര്, ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ പുള്ളി കരയുന്ന കണ്ണുനീര് കാണുമ്പോൾ ആത്മാർത്ഥമായിട്ട് കരയുന്നത്, നമുക്ക് ഒരാൾ കപടമായിട്ട് കരയുന്നതും അല്ലെങ്കിൽ ഇത്രയും ആത്മാർത്ഥമായിട്ട് കരയുന്നതും കണ്ട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആ 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഈ അഷ്കറിൻ്റെ അമ്മ കിടന്ന് മൂങ്ങുന്ന കണ്ടപ്പോൾ അത് കള്ളക്കണ്ണീരാന്ന് ലോകം മൊത്തം പറയാനായിട്ട് കാരണം അതാണ്. അപ്പോൾ ഈ പുള്ളിയുടെ കരച്ചിൽ കണ്ടപ്പോൾ ഒരു മനുഷ്യൻ പോലും ഫുള്ള് സപ്പോർട്ട് അയാൾക്കാണ്. സത്യം പറഞ്ഞാൽ നിന്നെ വെളി കണ്ടുകൊണ്ട് നാട്ടുകാർ തല്ലിക്കൊല്ലും. അപ്പം ഈ ന്യൂസ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൻ്റെ ഇയാൾ അവരെ എല്ലാം ചെയ്തിട്ടുണ്ടോ, പുള്ളിയും കുഞ്ഞിപ്പുള്ളി ജീവിച്ചിരിപ്പുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുവാണെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.